ഹിമാചൽ പ്രദേശ് 2021 തൊട്ട് ഇന്നിപ്പോൾ 2025 ഞാൻ ഹിമാചൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞില്ല. ടോട്ടൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വേൾഡാണ്. ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞ് ലിഫ്റ്റ് അടിച്ചിട്ട് ആദ്യമായിട്ടും മഞ്ഞ് കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ സത്യം പറയുമ്പോൾ തന്നെ ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം കുറച്ചുകൂടി മുന്നോട്ട് നടന്ന ഒരു വളവ് ഇങ്ങനെ തിരിയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു മഞ്ഞുമല ഞാൻ കണ്ട സ്വപ്നം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാം. പറയുന്നത് എൻ്റെ ലൈഫിലൂടെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലേണിങ്സ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞ ഒരു കോളേജിലും ഒരു സ്കൂളിലും ഒരു ട്യൂഷൻ സെന്ററിലും കിട്ടാത്ത ലേണിങ്സ് ആയിരുന്നു എനിക്ക് എൻ്റെ മണാലിയിൽ നിന്ന് ആ ഒരു 18 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരു ആൺകുട്ടി സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ പെണ്ണ് വേണം എന്ന് പറയുന്നത് വെറുതെ അല്ല. എൻ്റെ ലൈഫിൽ ഈ കാണുന്ന സക്സസ് മൊത്തം എനിക്ക് ബാക്കിൽ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് 9ാം ക്ലാസ് തൊട്ട് ഒരാളെ ഇഷ്ടമാണ്. ആളുടെ പേര് എൻ്റെ പേരിന്റെ കൂടെ തന്നെയുണ്ട്. സഞ്ചരിക്കാൻ പണത്തിന്റെ ആവശ്യമുണ്ടോ? പണം എന്ന് പറയുന്നത് നമ്മളെ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മളെ ആൾക്കാർ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് കയ്യിൽ പണം തന്നെ വരണം. ഈ എക്സ്പ്ലോറിന് നമ്മൾ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. വഴിയിൽ എന്താ വരുന്നത് വെച്ചാൽ വരട്ടെ, നമുക്ക് പോവാം. അപ്പം ഭർത്താവ് മരിച്ചാലും അച്ഛൻ മരിച്ചാലും അപ്പം മരിച്ചാലും നമുക്കുള്ളൊരു ലൈഫാണ്. നമ്മുടെ യാത്ര കൊണ്ട് നമ്മുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ നമ്മുടെ ലൈഫിനോ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുക. അത് ഭർത്താവ് മരിച്ച് ഭാര്യ മരിച്ചെന്നുള്ള കേസൊന്നും ഇല്ല. യാത്രയിൽ മാത്രമേ നമുക്ക് പലതും പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ യാത്ര എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നശിച്ചും പോവാം, നന്നായും പോവാം. ആക്ച്വലി നമ്മളൊരു ലഹരിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാതെ യാത്ര ഒരു ലഹരിയാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും നമ്മുടെ മനസ്സിനും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അത് തന്നെ തരും. ഹായ് ഹലോ, ദിസ് ഇസ് മീ വിജി ചിക്കു. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് സൈഡിൽ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരു യാത്രികനുണ്ട്. അപ്പം ഈ കടലിനെക്കാളും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അദ്ദേഹം മഞ്ഞുമലകളും മഞ്ഞൊക്കെയാണ്. അപ്പോൾ ഒരു കൗതുകം കൂടി ഉണ്ട്, എനിക്ക് കടലും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ അദ്ദേഹത്തെ കിട്ടിയിരിക്കുകയാണ്. ജാഫ്രി സാബ്, സ്വാഗതം. നമസ്കാരം. ചേട്ടനും ഈ പറഞ്ഞ കടൽ ആസ്വദിക്കും, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് മഞ്ഞ് ആസ്വദിക്കുന്നതാണ്. ആക്ച്വലി ഇത് വെച്ചാൽ എന്റെ സ്വന്തം നാട് തന്നെയാണ്. ഇപ്പൊ നമ്മള് പുതിയതായിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ട്, അതിന്റെ തൊട്ടടുത്താണ്. കടല് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ശാന്തി കിട്ടുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ചാർലി എന്ന് പറഞ്ഞ സിനിമ ചേട്ടനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ സിനിമയാണ് ഒരു യാത്രികനാക്കി മാറ്റിയത്. ആക്ച്വലി ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതാണെന്ന്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞ. ആക്ച്വലി ചാർലി സിനിമയൊക്കെ എനിക്ക് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് തോന്നുന്നു 2019 തൊട്ടേക്ക് നമുക്കൊക്കെ ചാർലി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുള്ള സംഭവം തന്നെ സിനിമ തന്നെയാണ്. ഞാനും ഈ ചാർലി സിനിമയുടെ പല സീനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ യാത്രയുടെ പകുതി വരെ ഞാൻ സിനിമ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. സീരിയസ് അമ്മയാണ് അത്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് കാണുന്നത് വെച്ചാൽ എൻ്റെ വിഷ്ണു എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഫോണിൽ നിന്നാണ് നമ്മൾ ചാർലി ആദ്യമായിട്ട് കസോള്, അത് ഹിമാചൽ പ്രദേശിൽ എത്തിയിട്ട് കസോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഈ ചാർലി മൂവി കാണുന്നത്. പക്ഷെ ഈ ചാർലിയിലെ പല സീനുകളും പല സമയത്ത് കണ്ടിട്ടുണ്ട്. ചാർലി മൂവി കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, എവിടേക്കോ നമ്മുടെ ലൈഫും സാമ്യമുണ്ട്. പിന്നെ അത് കണ്ടപ്പോ ഇനിയും കുറച്ചും കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള സാധനം, ട്രാവലിങ്ങിന് ഒരു ബൂസ്റ്റ് എന്ന് പറയില്ലേ, ആ ഒരു സാധനം കണ്ട് ചാർലി ഭയങ്കരമായിട്ട് തന്നെ എന്താ പറയാ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ വലിയ സക്സസ് സ്റ്റോറി പറയാൻ പറ്റുന്ന ഒരാളാണ്. അത് നമുക്ക് സക്സസ് ആയതിനു ശേഷം ആളുകൾ സക്സസ് സ്റ്റോറി ചോദിച്ചറിയാറുണ്ട്. അത് വളരെ പ്രൗഡായിട്ട് പറയുന്ന ആളാണ്. അധികം സാമ്പത്തികം ഇല്ലാത്ത സമയത്താണ് സഞ്ചാരം സ്റ്റാർട്ട് ചെയ്യുന്നത്, യാത്രകൾ ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്നും കേരളത്തെക്കാട്ടും കൂടുതൽ ഹിമാലയും നമ്മുടെ മണാലിയൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ സഞ്ചരിക്കാൻ പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പണം എന്ന് പറയുന്നത് നമ്മളെ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മളെ ആൾക്കാർ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് കയ്യിൽ പണം തന്നെ വരണം. പണ്ട് ഞാൻ പറയല്ലോ, യാത്ര ചെയ്യാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ പൈസ വേണം എന്നുള്ളതാണ്. ആക്ച്വലി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ വേണ്ട, നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് മതി. കാരണം ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് യാത്ര തുടങ്ങുന്നത് 2019 ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള ഒരു TVSന്റെ ഒരു കുഞ്ഞു വണ്ടിയുണ്ട്. അന്നേരം ടിക്ടോക്കിലായിരുന്നു തുടക്കം. ഞാൻ വലിയ യൂട്യൂബർ ആവണം ആ രീതിയിലൊന്നും തുടങ്ങിയല്ല. ആ സമയത്ത് പല ആൾക്കാരും ഡ്യൂക്ക്, ബുള്ളറ്റ് ഇങ്ങനെയുള്ള ബൈക്കിലൊക്കെ ലഡാക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട്
വലിയ എഞ്ചിൻ അല്ലാതെ ചെറിയ എഞ്ചിൻ വണ്ടി വെച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്തു എന്നുള്ളൊരു കോൺഫിഡന്റ് ഐഡിയ വന്നു. അന്നേരം എല്ലാവരും നടന്നിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അന്നേരം ടിക്ടോക്കിൽ ഭയങ്കരമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നടന്ന് യാത്ര ചെയ്യുക, പിന്നെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുക, ഹിച്ച് ഹൈക്കിങ് ചെയ്തൊക്കെയായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വന്നു. ഞാനത് അന്നേരം അമ്മേനോട് പറഞ്ഞ സമയത്ത് ആക്ച്വലി ഇങ്ങനെയല്ല പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ എനക്ക് മണാലി പോകണം. അപ്പം അന്നേരം ലഡാക്കല്ല, മണാലിയാണ്. എവിടെ നോക്കിയാലും മണാലി. ആ ഒരു വീഡിയോ നിങ്ങൾ 2019-20 സമയത്ത് ടിക്ടോക്ക് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ബൈക്ക് റൈഡേഴ്സും ആൾക്കാരൊക്കെ കൂടുതലുണ്ടായ സമയം. അന്നേരം മണാലി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനക്ക് മണാലി പോകണം. അപ്പം എൻ്റെ അമ്മ വിചാരിച്ചത് ശരി നീ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തുമല്ലോ എന്നുള്ള പ്ലാനായിരുന്നു. അപ്പം അമ്മ പറഞ്ഞാൽ നീ പോടുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മണാലി എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ദൂരെയാണ്, ഭയങ്കര യാത്ര ചെയ്യണം, വണ്ടി എടുക്കണം. അപ്പം അമ്മ പറഞ്ഞു, നിന്റെ കയ്യിൽ വണ്ടി ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വണ്ടിയില്ല. ഞാൻ വിളിക്കുന്നത് ഒരു 11 മണി രാവിലെ 12 മണിയാകുന്ന സമയമാകുമ്പോൾ മീൻകാരൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന സമയമാണ്. അപ്പൊ ഈ മീൻ വിൽക്കുന്ന ഒരു ചേട്ടന്റെ കയ്യിൽ ഒരു TVS-ന്റെ ഒരു വണ്ടിയുണ്ട്. തമിഴ്നാട്ടിലെ ദേശീയ വണ്ടി എന്ന് പറയും, TVS-ന്റെ ഹെവി ഡ്യൂട്ടി 100cc ഉണ്ട്, 70cc ഉണ്ട്. അയാളുടെ കയ്യിൽ പുതിയ വണ്ടി 100cc ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, മീൻ വെക്കുന്ന വണ്ടി എടുത്തിട്ട് പോയിക്കോടാ, മീൻ വാങ്ങിച്ചോണ്ടാ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായി. അപ്പൊ അമ്മ തമാശക്ക് പറഞ്ഞതാ. പിന്നെ എന്റെ മൈൻഡിൽ അത് സീരിയസ് ആയിട്ട് മൈൻഡിൽ ഫിക്സ് ആയി. ആക്ച്വലി ഞാനിതൊരു കോളിലോട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കോട്ടയത്ത് ഒരു മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ചിന്ത വരുന്നത്, നമുക്കൊരു ചെറിയ വണ്ടിയിൽ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. അമ്മയുടെ വായനാണ് മീൻകാരന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കോട്ടെ എന്നുള്ള സാധനം വരുന്നത്. അപ്പൊ എനിക്കിതൊക്കെ ആയിട്ട് തലയിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഓടാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്ത് TVS-ന്റെ ഷോറൂം പോയിട്ട് സ്പോൺസർഷിപ്പ് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് സ്പോൺസർഷിപ്പൊന്നും തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിം വേണം, എന്നാൽ മാത്രം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ഫെയിം വേണം, എന്നാൽ മാത്രം നമുക്കത് ചെയ്യാൻ പറ്റും, പരസ്യം എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ടിക്ടോക്കിൽ ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുക, അവർ ഉദ്ഘാടനത്തിന് കൊണ്ടുപോവുക. ഇൻസ്റ്റ അല്ല, ടിക്ടോക്കാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഞാനും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ ഇതുപോലെയൊക്കെ വിളിക്കുമായിരിക്കും, ആ ഒരു ചിന്ത വന്ന് അങ്ങനെ ഞാനതിൽ ടിക്ടോക്സിൽ വീഡിയോസ് ചെയ്യേണ്ടി തുടങ്ങി. വീഡിയോസ് ഫുള്ള് വെറുപ്പിക്കൽ വീഡിയോ ആയിരുന്നു. നാട്ടുകാരെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേരും എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. കാരണം ആ വീഡിയോ എനിക്ക് കളിയാക്കും ആര് കണ്ടാലും, ആ രീതിയിൽ വീഡിയോസ് ഒക്കെയാണ് ചെയ്തത്, അവരും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് TVS എന്നുള്ള സാധനം മൈൻഡിൽ ഫിക്സ് ആയി. ഞാൻ എന്ത് ചെയ്ത് TVS-ന്റെ ഒരു ഷോറൂമിൽ പോയിട്ട് കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വണ്ടി വേണമെങ്കിൽ നമ്മൾ ചെറിയ പൈസക്ക് തരാം, അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തരാനോ നിങ്ങൾ ആരുമല്ല, നമുക്ക് തരാനും പറ്റില്ല. അവിടെ നിന്ന് വിട്ട് ഞാൻ എന്ത് ചെയ്ത്, അമ്മ മീൻകാരൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നേരെ ആ മീൻകാരൻ്റെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിച്ചെന്ന് കേട്ട്, പഴയ വണ്ടിയില്ലേ, എനിക്കതൊരു 10 ദിവസത്തേക്ക് റെൻറ്റിന് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 150 രൂപക്ക് അതൊരു ദിവസത്തേക്ക് റെൻറ്റിന് കിട്ടി. ഞാൻ എന്ത് ചെയ്ത് അതിനകത്തൊരു 1500 രൂപ അഡ്വാൻസ് കൊടുത്ത് വണ്ടി എടുത്ത് കണ്ണൂരിലെ TVS-ന്റെ നമ്മളെ ഷോറൂമിൽ പോയി. അവരോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവിടെ സർവീസ് ടീമായാലും അവിടുത്തെ സെയിൽസ് ടീമായാലും എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ഇതുവരെ അങ്ങനെ ഒരു ഇന്ത്യയിൽ തന്നെ ആരും വണ്ടിയിൽ യാത്ര പോയിട്ടില്ല. അപ്പം ഞാനതൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനുള്ള പ്ലാനിൽ പോയി പറയുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് തന്നൊരു സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയായാലും TVS-ന്റെ ഷോറൂമിൽ പോയിട്ട് ഫ്രീ സർവീസ് ചെയ്യാം. ആക്ച്വലി ഈ വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അപ്പോൾ ഈ 250 രൂപ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജില്ല അങ്ങ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോവാം. കാരണം 70cc ചെറിയ വണ്ടിയാണ്. അത് ഭയങ്കരമായിട്ട് അങ്ങ് കത്തി. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് തന്നെ വായെടുത്ത് നമ്മൾ വളവളെ സംസാരിച്ചോണ്ടേയിരിക്കും. ഇപ്പം ഈ മണാലി അല്ലെങ്കിൽ ഹിമാചൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാവരും വണ്ടിയെങ്കിലും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കും. ഇതേ ഒരു ആഗ്രഹം തന്നെ ഭയങ്കരമായിട്ട് പ്രചോദിച്ചിട്ടുണ്ടാവും എനിക്ക് മണാലി കാരണം. എങ്കിലും അതിന്റെ ഒരു എങ്ങനെയായിരുന്നു ആദ്യത്തെ മണാലി ട്രിപ്പ്? നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിച്ച മണാലി കാണുന്നത്, അതിനുശേഷം എത്ര തവണ കണ്ടാലും ആദ്യത്തെ ഒരു മണാലി ട്രിപ്പ്. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തില് എനിക്ക് സത്യം പറയാൻ ഈ ഒരു നിമിഷം കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ഫസ്റ്റ് മണാലി കാണുന്നത്. അത് പലരോടും പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ആക്ച്വലി എൻ്റെ ഒരു മണാലി യാത്ര എന്ന് പറയുന്നത് ഞാൻ പോലും വിചാരിക്കാതെ നടന്നൊരു സംഭവം. ഞാനും പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊറോണയ്ക്ക് ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെയും വീണ്ടും എനിക്കൊന്ന് എൻ്റെ റൈഡ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്ന സമയത്ത് ഞാനൊരു ബൈക്ക് എടുത്തിട്ട് ഒരു വയനാട് യാത്ര പോയി. വയനാട് യാത്ര പോകുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന് പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ച്, ബ്രോ ഒന്ന് കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ കാണാമല്ലോ. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഞാൻ അവനെ കാണാൻ വേണ്ടി പോയി. അവനെ കണ്ട സമയത്ത് അവന്റെ പേര് ഷിബിലു എന്നാണ്. ആളിപ്പോ കൊടൈക്കനാലാണ് ഉള്ളത്. അവൻ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഷിബിലു, ഞാൻ ആ വീഡിയോ നിന്നെ പറ്റി പറയുന്നുണ്ട്. കാരണം ഞാനിത് പറയണം, എന്തായാലും പലർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഈ കോഴിക്കോട് പോയി ഷിബിലുവിനെ കണ്ട് ഷിബിലു എന്നോട് പറയുന്നത് വെച്ചാൽ, ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു മണാലി പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2020 തോന്നുന്നു. ഞാനൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞ പയ്യന് ആക്സിഡന്റ് പറ്റി വരാൻ വേണ്ടി പറ്റുന്നില്ല. സോ ബ്രോന് അതിൽ വരാൻ വേണ്ടി പറ്റും, ബ്രോന് വരാലോ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞ് വരാൻ പറ്റുവാണെങ്കിൽ എന്തായാലും വരാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ടിക്കറ്റ് അടക്കം ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലാണ് 5 പൈസയില്ല. നിങ്ങൾ ചിന്തിച്ചത് കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. അപ്പോൾ ആൾക്കാർ ഒന്നാമത് യാത്ര ചെയ്യുന്നതിനെ പേടിച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷിബിലിനെ അന്ന് വൈകുന്നേരം കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പൈസ ഇല്ലാതെ മണാലിയിൽ നിന്ന് പോയിട്ട് വരാലോ എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ അങ്ങനെ ഇവൻ്റെ കൂടെ ഓക്കെ പറഞ്ഞ് ഇവൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഡിസംബർ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ആക്ച്വലി ആ ന്യൂ ഇയറിന് ഞാനും ഇവനുള്ളത് ഡൽഹി ടൗണിൽ തേരാപ്പേര നടന്നുകൊണ്ടിരിക്കുക 5 പൈസ ഇല്ലാതെ. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഇവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പോവാന്ന്. ഞാനും ഓക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് ഞാൻ എന്ത് കാര്യമാണെങ്കിൽ അമ്മയോട് ഷെയർ ചെയ്യും. അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ മണാലി പോകണം, പണ്ട് TVSന്റെ വണ്ടി എടുത്തിട്ട് പോകാന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോവാണ്, പോട്ടേന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞാൽ ശരി പോയിട്ട് പോവാം. അങ്ങനെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല. ഒരു സിമെന്റ് കടത്തുന്ന ജോലി, ഈ കണ്ടെയ്നർ ലോഡ് ഉണ്ടോ. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ കൂലിപ്പണിക്ക് 3 ആൾക്കാർ, ഒരു മിഡിൽ ക്ലാസ് താഴെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിമെന്റ് ലോഡ് മാറ്റാനുള്ള ഒരു പണി വന്നപ്പോൾ ഫ്രണ്ട്സ് പോകുമ്പോൾ ഒരുത്തിനോട് ഞാൻ വന്നോട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ പോയി. 2500 പൈസ എന്ന് കിട്ടി. 2500 രൂപ കൈ കിട്ടി. അതിൽ 1500 രൂപ അമ്മയുടെ കൊടുത്ത് 1000 രൂപ ഞാനും എടുത്ത് ഷിബിലിൻ്റെ കൂടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. കണ്ണൂരിൽ നിന്ന് ഞാൻ ഇവനോട് ട്രെയിനിൽ കയറുന്ന വരെ ഇവൻ പറഞ്ഞ സ്ലീപ്പർ ടിക്കറ്റ് ഒക്കെ ഉണ്ടെന്നായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ അവൻ ബാഗ് എടുത്ത് ജനറൽ വെക്കുക. ബ്രോ TTR പുറത്താക്കി, ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ജനറലിൽ ഇരുന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ജനറലിൽ ടിക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ ആയുള്ളത് 1000 രൂപയാണ്. 540 രൂപ എന്തോ ജനറൽ ടിക്കറ്റ് വന്ന്. ടിക്കറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഇവൻ്റെ കൂടെ ഡൽഹി എത്തി. ആക്ച്വലി സാധാരണ മണാലി കാണുന്ന ഏതൊരു വ്യക്തിയാണ് അയാൾ, ഞാനിപ്പോൾ പാക്കേജ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഡൽഹിയിൽ നിന്ന് മണാലി എന്ന് പറയുന്നത് ഒരു 12 മണിക്കൂർ യാത്ര കൂടിപ്പോയാൽ അത്രേ ഉള്ളൂ. സാധാരണ 12 മണിക്കൂർ കാണേണ്ട യാത്ര ചെയ്തിട്ട് മണാലി വന്ന് കാണേണ്ടത് ഞാനും ഷിബിലു ആദ്യമായിട്ടും മണാലി കാണുന്നത് കുറഞ്ഞത് നമ്മളൊരു 18 ദിവസത്തെ യാത്രയാണ്. 18 ദിവസത്തെ ഒരു യാത്ര ഡൽഹിയിൽ നിന്ന് 12 മണിക്കൂറിന് എത്തേണ്ട സ്ഥലത്ത് ഒരു 18 ദിവസം നടന്നും ലിഫ്റ്റ് അടിച്ചും പല പഞ്ചാബീസിന്റെ വീട്ടിലും പല ഹിമാചൽ ആൾക്കാരുടെ വീട്ടിലും പല എന്താ പറയുക ഡൽഹിയിലെ ആൾക്കാരുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടും ബസ് സ്റ്റാൻഡിൽ സ്റ്റേ ചെയ്തിട്ടും പിന്നെ ടെന്റ് അടിച്ച് നിന്നിട്ടും അമ്പലങ്ങൾ ഗുരുദ്വാര എന്ന് പറയും പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുദ്വാരകളൊക്കെ കാണാൻ പറ്റും. ഗുരുദ്വാരയിൽ നമുക്ക് ഫ്രീ ഫുഡാണ്, ഫ്രീ സ്റ്റേയും കിട്ടും. അങ്ങനെ സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ, അത് കള്ളം പറയുന്നില്ല. അങ്ങനെ ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞ് ലിഫ്റ്റ് അടിച്ചിട്ട് ആദ്യമായിട്ടും മഞ്ഞ് കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ സത്യം പറയുമ്പോൾ തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഇവനും ഹൈവേയിലൂടെ നടന്നു പോയിക്കൊണ്ട് പോകുമ്പോൾ കുറെ വളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറെ ദിവസം നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ മഞ്ഞ് മല കാണും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. നമ്മൾ നടന്ന് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു വളവ് കഴിയുമ്പോൾ ദൂരെ ഒരു ഷെയ്ഡില് ഒരു മലയുടെ മേലെ കുറച്ച് മഞ്ഞ്, ചെറിയൊരു ഷെയ്ഡായിട്ട്. കാരണം മഞ്ഞുമലയാണോ? അവരല്ല, നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുമലയല്ല എന്നുള്ള ഇതിൽ. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന ഒരു വളവ് ഇങ്ങനെ തിരിയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു മഞ്ഞുമല ഞാൻ കണ്ട സ്വപ്നം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാം. അടുത്തടുത്ത് ഞാൻ സാധാരണ ഒരു വണ്ടിയിലാണല്ലോ പോകുന്നത്, നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് നടന്നു വെക്കുമ്പോഴും അത്രയും ദിവസം ഉണ്ടായ പ്രയാസങ്ങളൊന്നായിട്ട് തോന്നുന്നില്ല. കാരണം അത്രയും ഹാപ്പിയാണ്. നമ്മളെ ഒരു ഡ്രീമാണ് അച്ചീവ് ചെയ്യുന്നതല്ല. വലിയതായിട്ടൊന്നും സാധിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അന്നേരം എൻ്റെ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്ക് 19 to 20 വയസ്സാവുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ നടന്ന് എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പല യാത്രകൾ ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ കാണുക എന്നതിൽ ഉപരി പല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മള് ഒരു ബുക്ക് വായിച്ചു കിട്ടുന്നതിനെക്കാട്ടും നമ്മൾ അനുഭവത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത പല കാര്യങ്ങളും ലേണിങ്സ് ഒരുപാടാണെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ യാത്ര ചെയ്തതിൽ അങ്ങനെ അത്തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ആളുകളെ മീറ്റ് ചെയ്തോ അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച പല ഫ്രണ്ട്സും ആക്ച്വലി അവർ ഡിഗ്രി പഠിക്കുകയായിരുന്നു. ഞാൻ +2 തോറ്റിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലൂടെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലേണിങ്സ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞ ഒരു കോളേജിലും ഒരു സ്കൂളിലും ഒരു ട്യൂഷൻ സെന്ററിലും കിട്ടാത്ത ലേണിങ്സ് ആയിരുന്നു എനിക്ക് എൻ്റെ മണാലിയിൽ നിന്ന് ആ ഒരു 18 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത്. ഈ 18 ദിവസത്തെ യാത്ര തന്നെ ജീവിതം എന്താണെന്നും നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ നാട്ടിൽ ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഉത്സവം നടക്കുന്നിടത്ത് നമുക്ക് പോവാം, ധൈര്യത്തോടെ തൊപ്പി വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ കൊന്തയിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്നൊക്കെ എന്താ പറയുക തട്ട ഇട്ടിട്ട് പോവാം, എങ്ങനെ വേണം പോവാം. നേരെ തിരിച്ച് നമ്മളൊന്ന് നോർത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ യാത്ര തുടങ്ങുന്ന ഒട്ടും നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് ആ സമയത്ത് ഒരു ഡോഗ് ഉണ്ടായിരുന്നു കൂടെ, ആദ്യത്തെ വീട്ടില് ക്യാൻഡി. എവിടെയാ ക്യാൻഡിയിൽ എൻ്റെ ലൈഫിൽ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തൊരു സമയത്താണ് അവളുടെ ലൈഫിൽ വരുന്നത്. ക്യാൻഡിയുടെ അമ്മ ആക്ച്വലി അവള് ഭയങ്കര കുരുത്തം സാധനം, ഒരു ബീഗിളായിരുന്നു. ബീഗിളിന് ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഓടിച്ചടി ഇറങ്ങുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇതിനെ കണ്ട സമയത്ത് എനിക്കെന്ന് വെച്ചാൽ ഡോഗ് എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ്. ക്യാൻഡീനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആക്ച്വലി ക്യാൻഡി അല്ല,
ഞാന് ഈ 2020 ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എന്റെ യാത്ര ഷിബ്ലുവിന്റെ കൂടെ പോയിന്ന്. ആ സമയത്ത് ഞാനൊരു ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ഓറിയോ എന്നാ. അത് കൂടുതൽ ആൾക്കാർ അറിഞ്ഞില്ല. ക്യാൻറ്റീനെ കാണുമ്പോഴേക്ക് ഏകദേശം ഓറിയോ വന്ന് ആ വീഡിയോസ് ഒക്കെ വൈറലായി ഫോളോവേഴ്സ് വന്നതിന് ശേഷം വീണ്ടും അടുത്ത രണ്ടാമത്തെ ഹിമാചൽ യാത്രയിലാണ് ഞാൻ ആ ക്യാൻറ്റീൻ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ക്യാൻറ്റീൻ അല്ല അവളുടെ പേരുണ്ടായത്, മിട്ടി എന്നായിരുന്നു. അതായത് ഹിന്ദിയിൽ മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒരു കളറായിരുന്നു അവർക്ക്. അതുകൊണ്ട് സോളം മിട്ടി എന്നാണ് വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ മിട്ടി അവിടെ ഉള്ളതിൽ ഏറ്റവും ക്യൂട്ടായിട്ടും ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡോഗായിരുന്നു. എനിക്ക് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് മലയാളീസ് തന്നെയാണ് ഭാര്യയായിട്ടുണ്ടായത്. ട്രെയിനിൽ നിന്ന് പുറത്താക്കി ഇറക്കി വിടുകയും അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഇവളെ ട്രെയിനിൽ കൊണ്ടുപോകാൻ, ആക്ച്വലി ഈ ഡോഗിനൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ടിക്കറ്റും ഒരു ട്രെയിനിൽ വേറെ തന്നെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അത് എടുത്തിട്ട് വേണം പോകാം. ഏകദേശം 10-18,000 രൂപ ചിലവ് വരുന്ന കേസാണ്. എവിടെ എൻ്റെ കയ്യിൽ ഇവിടെ ഫുഡ് വാങ്ങിക്കാൻ ഒരു പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാനാ? സോ പൈസ എനിക്ക് ആവശ്യം എന്ന് തോന്നിയത് അങ്ങനെയുള്ള സിറ്റുവേഷനില്ല. എനിക്ക് ഇവളെയും കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയ്യോ അത് പൈസ വേണമല്ലോ, അതിനൊരു പൈസ വേണമല്ലോ. ഞാനൊന്നും ചെയ്തില്ല. എന്നെയും ക്യാൻറ്റീൻ ഒരു സമയത്ത് ഞാൻ ക്യാൻറ്റീൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു കേരളത്തിലേക്ക് വരുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ എന്നെയും ക്യാൻറ്റീനും കണ്ടിട്ട് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് രാജസ്ഥാനിലാണ്. ആ കോട്ടയിൽ എന്നെ ഇറക്കി വിട്ടിട്ട് എന്താ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഞാനും ക്യാൻറ്റീൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ട്, ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ട് നേരെ നമ്മൾ പുറത്തു പോയ സമയത്ത് എന്തോ ഭാഗ്യത്തിന് 35 രൂപയ്ക്ക് ബിരിയാണി കിട്ടി. സോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാനെന്ത് ചെയ്തു, കുറച്ച് റൈസ് ഞാനും കഴിച്ചു, ചിക്കൻ അവക്കും കൊടുത്തു. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും അവള് കറന്റ് വീട്ടിൽ തന്നെയുണ്ട്. എന്തായാലും ഇതാ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ കയ്യിൽ ഒരു ബീഗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻഡിക്ക് വേണ്ടിയിട്ട്. ചാർലിയുടെ കാര്യം പറഞ്ഞപ്പോ ചാർലിയിൽ നമുക്ക് ചാർലിയെ കണ്ട് ടെസ്സ വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് കൾച്ചേഴ്സ് കണ്ടു, ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തു. ടെസ്സയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ ലൈഫിൽ ടെസ്സ എന്ന് പറയുന്നത് എന്റെ 9ാം ക്ലാസ് തൊട്ട് കൂടെ കൂടിയിട്ടുണ്ട്. ഞാനത് വെച്ചാൽ എനിക്കത് പറയാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ല. എനിക്കത് വെച്ചാൽ പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ കുറെ പ്രശ്നങ്ങളും വരും. എനിക്ക് 9ാം ക്ലാസ് തൊട്ട് ഒരാളെ ഇഷ്ടമാണ്. ആളുടെ പേര് എൻ്റെ പേരിന്റെ കൂടെ തന്നെയുണ്ട്. ഒരു സമയമാകുന്ന സമയത്ത് ഞാൻ ആളെ കാണിക്കും. മെയിനായിട്ട് ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഏകദേശം കുറച്ച് സ്റ്റേബിളാണ്. എന്ന് വെച്ചാൽ വീടിന് വീടും സന്തോഷവും പണ്ടത്തെ ദാരിദ്ര്യമൊന്നും ഇല്ല. ഇതിന് കാരണം 2 ലവാണ്. ഒന്ന് എൻ്റെ അമ്മയുടെ ലവ്, 2 ഞാൻ നിങ്ങൾ പറഞ്ഞ ടെസ്സ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ലവ്. ഈ ലോകത്ത് ഒരു ആൺകുട്ടി സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ പെണ്ണ് വേണം എന്ന് പറയുന്നത് വെറുതെ അല്ല. എൻ്റെ ലൈഫിൽ ഈ കാണുന്ന സക്സസ് മൊത്തം എനിക്ക് ബാക്കിൽ സപ്പോർട്ട് ഉണ്ട്. എൻ്റെ അമ്മയായാലും പിന്നെ ഞാൻ പറയുന്ന ആൾക്കാരായാലും എല്ലാവരായാലും എനിക്ക് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഹിമാചൽ മുഴുവനായിട്ട് കറങ്ങി സഞ്ചരിക്കുക ഏകദേശം എത്ര ദിവസം വേണം? ഇതിന് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞ ഒരു ആൻസർ ഇല്ല. എന്താ അറിയോ, ഹിമാചൽ പ്രദേശ് 2021 തൊട്ട് ഇന്നിപ്പോൾ 2025 ഞാൻ ഹിമാചൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ടില്ല. അത് ഹിമാചൽ എന്നല്ല, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരു എന്താ പറയുക, ജനിച്ച് മരിക്കുന്നവരെ എടുത്താലും ഇന്ത്യ കണ്ടു കഴിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടു ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന വർഷം ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മണാലി വന്നു കഴിഞ്ഞാൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് മണാലി കംപ്ലീറ്റ് ചെയ്യാം. ടോട്ടൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വേൾഡാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാർ ചില ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു 2009-2007 കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ ആ ഒരു കൾച്ചറും ആ ഒരു സംഭവം, പിന്നെ അവിടുത്തെ മെയിൻ ക്ലൈമറ്റ്. ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഇപ്പൊ എത്ര വട്ടം വേർത്തുനിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അവിടെ വെച്ചാൽ ക്ലൈമറ്റ് ടോട്ടലി അടിപൊളിയാണ്. ഫുഡിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ്. അല്ലാത്ത ഒരു വ്യക്തി ആദ്യമായിട്ട് മണാലി കാണാൻ വരുന്നുണ്ടെങ്കിൽ കൂടുതലും കംപ്ലൈന്റ് വരുന്ന ഫുഡിനാണ്. ഇപ്പൊ എനിക്കിപ്പോ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ ഇപ്പൊ ജെഫ്രി ഇന്ത്യ മുഴുവൻ കൊണ്ടുവരുന്ന കാണിക്കാൻ വേണ്ടി പോവാണ്. എവിടെയൊക്കെ കൊണ്ടു കാണിക്കും? ഇപ്പോ നിങ്ങളെ ഞാൻ ഇന്ത്യയിൽ കൂട്ടിക്കൊണ്ടു പോകാന്ന് വെച്ചാല് ആക്ച്വലി ഞാൻ പറയുന്നത് ഫസ്റ്റ് പറ്റുന്നത് ഒരു ഓൾ കേരള ട്രിപ്പ് അടിക്കും. കാരണം എക്സാമ്പിൾ പറയുന്നത് വെച്ചാല് ഇപ്പൊ നമ്മള് കേരളക്കാരാണ്. ഓക്കെ, നമ്മൾ കേരളത്തിന് യാത്ര ചെയ്ത് ഓൾ ഇന്ത്യ ട്രിപ്പാണ് പോകുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഡൽഹി എത്തിയെന്ന് വെച്ചോ, ഡൽഹിയിൽ എത്തിയിട്ട് നമ്മൾ അവിടെ ഒരു ലോക്കലിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെമ്പല്ലിക്കുണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണൂരാ ചെമ്പല്ലിക്കുണ്ട് അറിയോ? അതാണ്. അത് ചെമ്പല്ലിക്കുണ്ട് ചെറിയൊരു പാർക്കാണ്. ഇതുപോലെ കുറച്ച് കേരളത്തിലും നമ്മൾ തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളിലും മെയിനായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ നാട് ഫുള്ളായിട്ടൊന്ന് കാണുക. ആരെങ്കിലും ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാൻ പറ്റണം. ഇന്നിപ്പോൾ ഞാൻ എന്നടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ആകെ മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം. ഞാൻ കാശ്മീർ കണ്ടിട്ടില്ല. അത് ഞാൻ എന്തായാലും എൻ്റെ അമ്മേനെയും കൊണ്ടേ പോകുള്ളൂ എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ ഉത്തരാഖണ്ഡ് കയറിയിട്ടില്ല, മേഘാലയ, നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തായിട്ടും കുറേ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടില്ല. ഹിമാചൽ കണ്ടു തീർക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും കണ്ടു തീർന്നില്ല. എൻ്റെ ഒരു ക്യാരക്ടർ, ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ 2 മാസം കുറഞ്ഞ് നിന്നിട്ടായിരിക്കും പോവുക. അപ്പം എൻ്റെ കൂടെ ഇന്ത്യ കറങ്ങാൻ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം.
എല്ലാ മുക്കും മൂലയൊക്കെ അടിച്ചു പെറുക്കി ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളായിട്ട് കൊണ്ടുപോകും. അതിൽ മെയിനായിട്ട് ഒന്ന് കേരളം ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഫുഡ്, ഏതൊരു മനുഷ്യനും കഴിക്കാൻ പറ്റുന്ന ഫുഡ് നമ്മുടെ കേരളത്തിലായിരിക്കും. ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ്. ഇപ്പൊ ആൺകുട്ടികൾ ദൂരേക്ക് യാത്ര, സോളോ ട്രിപ്പ് ഒക്കെ പോകുന്നത് പോലെ ഒരു പരിധിയുണ്ട് പെൺകുട്ടികൾക്ക്. ഇപ്പൊ പോകുന്ന ആളുകളുണ്ട്, എങ്കിലും നമുക്ക് എത്രയൊക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയുണ്ടാവും. കാരണം സേഫ് ആണോ, എങ്ങനെയായിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ അതിയായ ആഗ്രഹമുണ്ട് യാത്ര ചെയ്യണമെന്ന്. എന്താ തോന്നുന്നു അങ്ങനെ? ഇപ്പൊ ഗേൾസ് മാത്രമല്ല കേട്ടോ, ബോയ്സ് ആയാലും ആർക്കായാലും ഒറ്റയ്ക്ക് വരണം എന്ന് ആഗ്രഹം. പക്ഷെ അവർക്ക് നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ട്, പേടിയൊക്കെ പലർക്കും ഉണ്ട്. നിങ്ങൾക്കായാലും ഇപ്പോൾ ഒരു പേടി അത് തന്നെയായിരിക്കും. അയ്യോ ഞാൻ അവിടെ പോയിട്ട് എന്ത് സംസാരിക്കും, ഞാൻ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും. നോർത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുള്ളത് നടന്നു പോകുന്ന വഴിക്ക് കത്തി വെച്ചിട്ട് ആക്രമിക്കും, അങ്ങനെയൊക്കെയാണ്. ആക്ച്വലി ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് വിരലിൽ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, ബാക്കി സ്ഥലത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തയായതുകൊണ്ട് ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ആൾക്കാർ സ്ഥലങ്ങൾ കാണാതിരിക്കും ചെയ്യുന്നുണ്ട്. മണാലിയിൽ ഇപ്പോൾ വിശ്വസിച്ചിട്ട് ഒരു ലേഡി വരികയാണെങ്കിൽ, ലേഡി ആയാലും ബോയ് ആയാലും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ പാക്കേജിൽ വരികയാണെങ്കിൽ വിശ്വസിച്ച് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളെ സ്ഥലങ്ങൾ കറക്കിയിട്ട് നമ്മൾ വിടും. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മണാലിയിൽ തുടങ്ങിയ സാധനം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പറ്റുവാണെങ്കിൽ ഞാൻ തുടങ്ങും. അപ്പോൾ എന്നെപ്പോലുള്ള പല കമ്പനീസും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ലേഡീസിനൊക്കെ പോകണമെന്നുള്ളവർക്ക് യാത്ര ചെയ്യാൻ സുഖമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മോട്ടിവേഷനായിട്ട് പറയാനുള്ളത്, ആണ് പെണ്ണെന്നൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കുറച്ച് സ്ഥലങ്ങളിൽ ലേഡീസിന് പോയ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പോഡറാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവരുടെ ഡ്രീമാണ്, ഓരോ ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് പോകണം. പക്ഷെ നമ്മൾ ആളുകൾക്ക് എത്തിപ്പെടാൻ, അതായത് ജനുവരി പ്ലാൻ ചെയ്ത ലാസ്റ്റ് ഡിസംബറിലായിരിക്കും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പലതും പ്ലാനിങ് മാത്രമായിരിക്കും, നടക്കാറുണ്ടാവില്ല. ഈ യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് മലയാളികളിലാണ് ഇത് കാണുന്നത്. യാത്ര പോകണം എന്നൊരു മോട്ടിവേഷൻ ആകും, എന്ന് നമ്മൾ യാത്ര പോകില്ല. ഞാൻ പറഞ്ഞതാ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, ബോയ്സിന്റെ ഫ്രണ്ട് സർക്കിളിലായാലും നിങ്ങൾ നല്ല വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അവിടെ പോകണം എല്ലാം പ്ലാൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു 5 ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതിന്റെ ഒരുത്തം പറയും, എടാ എനിക്ക് വരാൻ പറ്റില്ല കേട്ടാ. സോ അങ്ങനെ ക്യാൻസൽ ആവുന്ന സംഭവം ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് മടി മാറ്റുക. നിങ്ങൾ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജോലിനെയും നിങ്ങളെ ഫാമിലിനെയും അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോവുക. അതായത് ഇപ്പത്തെ ഭാഷയെ പറഞ്ഞ ഒറ്റ മൈൻഡ്, അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം മാറും. ഈ എക്സ്പ്ലോറിന് നമ്മൾ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. വഴിയിൽ എന്താ വരുന്നത് വെച്ചാൽ വരട്ടെ, നമുക്ക് പോവാം. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക എന്നുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമാവൂല. ഈ ട്രിപ്പ് ഇങ്ങനെ ക്യാൻസലായി പോവില്ല. പിന്നെ ഒരുത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കാതിരിക്കുക. നിങ്ങൾക്ക് പോകണം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, പോവുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മുമ്പേ നഫീസ് ഉമ്മയുടെ ഒരു കണ്ടിട്ടുണ്ടാവും. അതായത് ഭർത്താവ് നഷ്ടമായ ലോകം ചുറ്റാൻ പാടില്ല എന്ന തരത്തില് ആ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മണാലി തന്നെ യാത്ര പോയിട്ട് കണ്ടിട്ടുണ്ടാവും. ഉമ്മ, അതെ, ആൾക്കാരോട് വിളിച്ചു പറയുന്നത്. അതെ. അപ്പം അത് വളരെ രീതിയിൽ ട്രോളായിട്ടും അത് അധിക്ഷേപിച്ചും സപ്പോർട്ട് ചെയ്തും പല ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ലോകം കാണാൻ പറ്റില്ലേ? ആക്ച്വലി ഈ ഉമ്മാനെ പോലെ പല ആൾക്കാരും മണാലി വന്നിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു ഭർത്താവ് മരിച്ചെന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് അവളുടെ ഹാപ്പിനെസ് അവൾ മാറ്റി വെക്കണം എന്ന് എനിക്കറിയില്ല. അതൊക്കെ പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചതിന് അവരെ തീയിട്ട് കത്തിക്കുമ്പോൾ അതിൽ പോയി തുള്ളി മരിക്കുക എന്നുള്ളത്. അപ്പം ഭർത്താവ് മരിച്ചാലും അച്ഛൻ മരിച്ചാലും അപ്പം മരിച്ചാലും നമുക്കുള്ളൊരു ലൈഫാണ്. ആക്ച്വലി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റൊരുത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടരുത്. അതേപോലെ തന്നെ നമ്മുടെ യാത്ര കൊണ്ട് നമ്മുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ നമ്മുടെ ലൈഫിനോ എഫക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുക. അത് ഭർത്താവ് മരിച്ച് ഭാര്യ മരിച്ചു എന്നുള്ള കേസൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ചിന്താഗതി മാറേണ്ട സമയമാണ്. യാത്രകൾ ചെയ്യുക. ഇപ്പൊ സംസാരിക്കുമ്പോഴും യാത്രകൾ ചെയ്ത എക്സ്പീരിയൻസിലാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യൂ, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. യാത്രയിൽ മാത്രമേ നമുക്ക് പലതും പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ യാത്ര എങ്ങനെ വേണമെന്നുള്ള നമ്മൾ തീരുമാനിക്കുക. നശിച്ചും പോവാം, നന്നായും പോവാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യാത്രയിൽ പല സ്ഥലത്തും, ഇപ്പോഴാണ് ഇവിടേക്ക് MDMA ട്രെൻഡിങ് ആവുന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പല ഡ്രഗ്സും അറിയാം. ചില ആൾക്കാർ യാത്ര ചെയ്യുന്നത് ആ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഡ്രഗ്സ് യൂസ് ചെയ്യുക എന്നുള്ളതിന് മാത്രം പോകുന്നുണ്ട്. ആക്ച്വലി നമ്മളൊരു ലഹരിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാതെ യാത്ര ഒരു ലഹരിയാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും നമ്മുടെ മനസ്സിനും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അത് തന്നെ തരും. ചില ആൾക്കാർ പറയും നമ്മൾ യാത്ര ചെയ്യണം, നമുക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് പഠിക്കണം, ഇതെന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യുന്നവർക്ക് ചെയ്യാൻ, ചെയ്യാത്തവർക്ക് ചെയ്യണ്ട. ഈ പറഞ്ഞ 25 വയസ്സിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ്, അതും ഇപ്പോൾ ഒരു കോളേജിൽ ഞാൻ വീഡിയോ കണ്ടു ഇനാഗുറേഷൻ ചെയ്യണം, അതൊക്കെ ഈ ഒരു യാത്രയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി തന്നെയായിരുന്നു. അപ്പൊ അതിൽ എത്രത്തോളം പ്രൗഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ, അത് ആ വീഡിയോയിൽ തന്നെ എനിക്ക് വളരെയധികം
ഇത് reflect ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ എല്ലാരും കണ്ടത് എന്റെ സക്സസിന് ശേഷം എന്റെ നാട്ടിൽ എനിക്ക് കിട്ടിയൊരു സ്വീകരണമാണ്. അതെ. ഓക്കെ, എന്റെ നാട്ടിൽ എനിക്ക് ഇതുവരെ സ്വീകരണം കിട്ടിയില്ല. ആ ഒരു കോളേജ് അത്യാവശ്യം അറിയപ്പെടണം, ഒരു സോഷ്യൽ മീഡിയ ഒരാളെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. ക്യാൻറ്റീനെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു യാത്ര, ഓറിയോനെ ഞാൻ കൊണ്ടുവരുന്നൊരു യാത്ര. ഈ ഒരു സമയത്ത് ഞാൻ പഞ്ചാബിൽ ഒരു സ്കൂളിൽ 2000 കുട്ടികളുടെ ഇടയിലൂടെ നടന്നു പോയിട്ട് ഞാൻ അവിടെ യാത്ര എന്താന്നുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു കുട്ടിക്ക് അറിയില്ല. എൻ്റെ ലൈഫിൽ അതൊക്കെ അറിയില്ല. ഞാനത് ഒരു എന്താ പറയുക, ഡോക്ടറോ ആയിട്ടോ ഒരു എഞ്ചിനീയർ ആയിട്ടോ ജോലി കിട്ടിയാൽ പോലും കിട്ടാത്ത ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. ഒരു റെഡ് അല്ല ഗ്രീൻ കളർ ഒരു നിലത്ത് സാധനമൊക്കെ വിരിച്ചിട്ട് അസംബ്ലിയാണ് എനിക്ക് വേണ്ടി മാത്രമാണ് ആ പ്രോഗ്രാം. ഓക്കെ, ആ പ്രോഗ്രാമിന് ഇപ്പുറത്തെ സൈഡ് കുറഞ്ഞതൊരു 600 കുട്ടികളുണ്ടാവും, ഇപ്പുറത്ത് 600 കുട്ടികളുണ്ടാവും. സ്റ്റേജിന്റെ ബാക്കിൽ കുട്ടികളൊക്കെ ഡാൻസിനും പാട്ടിനും പഞ്ചാബിലാണ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടാ. ആക്ച്വലി ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഒരു സിനിമ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോവാണ്. ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം, ടിക്കറ്റ് എടുക്കാതെയും കാണാം. ടിക്കറ്റ് എടുക്കാതെ കാണുന്നവൻ നുഴഞ്ഞു കയറണം തിരക്കിന്റെ ഇടയിൽ. ടിക്കറ്റ് എടുത്തവനാണെങ്കിൽ ധൈര്യത്തോടെ സെക്യൂരിറ്റി ടിക്കറ്റും കൂടെ തരുന്ന കാണാം. അതുപോലെയാണ് വിദ്യാഭ്യാസം. ഈ ടിക്കറ്റാണ് നമ്മുടെ പഠിത്തം. അപ്പോൾ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ല. അപ്പൊ ഇനിയും യാത്രകൾ തുടരാ, ഞങ്ങൾ അത് കാണിക്കാം ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ യാത്ര തുടങ്ങുന്നതും ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതും യൂട്യൂബർ എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് വന്നെങ്കിലും, ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബറായിട്ട് തീരാൻ എനിക്ക് എന്താ പറയുക, എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ആക്ച്വലി എനിക്കൊരു ബിസിനസ് മാൻ ആയിട്ട് മരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാൻ ആയിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ബിൻസാക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. എൻ്റെ അമ്മയുടെ പേര് ബിന്ദു എന്നാണ്, BIN. അപ്പൻ്റെ പേര് സക്കറിയ എന്നാണ്, ZAKK. അതാണ് ബിൻസാക്ക് എന്നുള്ളത്. നമ്മുടെ ലൈഫ് കുറച്ച് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ അടിപൊളിയായിട്ട് നോക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും കാണുന്നത് സ്വന്തം അച്ഛനമ്മേനായിട്ട് തലക്കടിച്ച് കൊല്ലുന്നതാണ്. ഒരിക്കലും നമുക്ക് 1% പോലും അങ്ങനെ തോന്നരുത്. കാരണം നമ്മുടെ അച്ഛനും അമ്മേനും നമ്മൾ എത്രത്തോളം ഹാപ്പി ആക്കുന്നു, നമ്മുടെ ലൈഫ് അത്രത്തോളം കളറാവും. ഒരുപാട് സന്തോഷം. സക്സസ്ഫുൾ ആഗ്രഹം പോലെ തന്നെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും കാണാം. താങ്ക് യു.